3 പതിറ്റാണ്ടിലേറെ കുരുന്നുകൾക്ക് ആദ്യാക്ഷരം പകർന്നു നൽകിയ സന്തോഷ് ബാബു മാസ്റ്റർ പടിയിറങ്ങുന്നു. ആലത്തൂർ ALP സ്കൂളിലെ പ്രധാന അധ്യാപകനായിട്ടാണ് കൊടകര കനകമല സ്വദേശി ഞാറേക്കാട്ടിൽ സന്തോഷ് ബാബു തന്റെ ഔദ്യോഗിക ജീവിതത്തോട് വിട പറയുന്നത്. യുനെസ്കോ നിർദ്ദേശിച്ച ജീവിത നൈപുണികൾ കേരളത്തിൽ ആദ്യമായി പരിശീലിപ്പിച്ചത് സന്തോഷ് ബാബുവിന്റെ നേതൃത്വത്തിലുള്ള ആലത്തൂർ ALP സ്കൂളിലായിരുന്നു. ഈ വർഷം SCERT തിരഞ്ഞെടുത്ത കേരളത്തിലെ ഏറ്റവും നല്ല 11 പദ്ധതികളിൽ ഈ ലൈഫ് സ്കിൽ ഉൾപ്പെടുത്തിയതോടെ ആലത്തൂരിലെ LP സ്കൂൾ മികവിന്റെ കേന്ദ്രമായി മാറ്റാനും അദ്ദേഹത്തിനായി. കേരള വനം വകുപ്പുമായി സഹകരിച്ച് വിദ്യാവനം എന്ന പേരിൽ വിദ്യാലയ വളപ്പിൽ 320 കാട്ടുമരങ്ങൾ വച്ചുപിടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. കോവിഡിന്റെ കെട്ടകാലത്ത് രക്ഷിതാക്കൾക്കും കുട്ടികൾക്കുമായി ഓൺലൈൻ പരിശീലനം നൽകി മാതൃകയാകാനും ഈ അധ്യാപകൻ മറന്നില്ല. അതുമാത്രമല്ല, 2018 പ്രളയകാലത്ത് ഭയത്തിലും ദുരിതത്തിലുമായ കുട്ടികൾക്കായി വിദ്യാഭ്യാസ വകുപ്പിന്റെ നിർദ്ദേശപ്രകാരം ഭയവും പരിഭ്രമവും ഇല്ലാതാക്കാൻ വിവിധ പഞ്ചായത്തിൽ സന്തോഷ് ബാബു പരിശീലനം നൽകി. അധ്യാപകർക്കുള്ള അനവധി പരിശീലനങ്ങളിൽ അവധിക്കാലത്തും അല്ലാതെയും ഇദ്ദേഹം ജില്ലാ റിസോഴ്സ് ഗ്രൂപ്പിലെ സജീവ അംഗമായിരുന്നു. കേരള പോലീസ് അക്കാദമിയുടെ ഫാക്കൽറ്റി അംഗമായ സന്തോഷ് ബാബു പോലീസ് സേനയ്ക്കായും വനം, റവന്യൂ വകുപ്പുകളിലും ഒട്ടനവധി പരിശീലനം നൽകിയിട്ടുണ്ട്. ടാൻഗ്രാം, ഗുലാഗൂപ്പ്, റിബിസ് ക്യൂബ്, ചെസ് എന്നിങ്ങനെ പഠനം രസകരമാക്കാനും ശാരീരിക ക്ഷമത വർദ്ധിപ്പിക്കാനുമുള്ള നിരവധി പദ്ധതികളും ഇതിനോടകം തന്നെ വിദ്യാലയത്തിൽ നടപ്പിലാക്കിയതും ഇദ്ദേഹമാണ്. NS സന്തോഷ് ബാബു എന്ന ഈ മാതൃകാ അധ്യാപകൻ പടിയിറങ്ങുമ്പോൾ നിറകണ്ണുകളുമായാണ് വിദ്യാർത്ഥികളും സഹപ്രവർത്തകരും യാത്രയാക്കുന്നത്.